Hi dears, welcome to Edry BCom online class. Today we are discussing Principles of Marketing, Block 3, Unit 10, Regulation of Prices. ബ്ലോക്ക് 3 മൊത്തം നമ്മൾ പ്രൈസിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ റെഗുലേഷൻ ഓഫ് പ്രൈസസ് അണ്ടർ വാരിയസ് ആക്ട് പല പല രാജ്യങ്ങളിലും ഇപ്പോൾ നമ്മുടെ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരതിൻ്റെ പ്രൈസ് ചാർജ് ചെയ്യുന്നത് സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നുള്ള ഒരു ഇക്വേഷൻ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അവരുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. അപ്പോൾ ആ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഇഷ്ടമല്ലാത്ത പ്രൈസ് ചാർജ് ചെയ്യാനുള്ള അവകാശമൊന്നും പ്രൊഡ്യൂസേഴ്സിനോ അല്ലെങ്കിൽ മറ്റുള്ള ഡീലേഴ്സിനോ, റീറ്റെയിലർ ഹോൾസെയിലർ എന്നൊക്കെ രീതിയിൽ വരുന്ന ഡീലേഴ്സിനോ ഒന്നും അവകാശമില്ല. കാരണം കൺട്രോളിംഗ് ഓഫ് പ്രൈസസ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് ഓഫ് എവറി ഡെവലപ്പിംഗ് കൺട്രി ഓർ ദ സോഷ്യോ ഇക്കണോമിക് ബാലൻസ് മെയിൻറ്റെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എവറി ഗവൺമെൻറ്. നമ്മൾ സാധാരണയായി ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലെയൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് നമ്മളുടെ ഓർഡിനറി കസ്റ്റമേഴ്സിന് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു ലെവൽ ഓഫ് പ്രൈസിൽ അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല പല നിയമങ്ങളിലൂടെ നമ്മളുടെ പ്രൊഡ്യൂസേഴ്സിനെയും മറ്റ് ഡീലേഴ്സിനെയും ഗവൺമെൻറ് നിയന്ത്രിക്കാറുണ്ട്. കാരണം ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾക്ക് അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്നത് പലപ്പോഴും ലിമിറ്റഡ് ആയിരിക്കും. അതുപോലെ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവർ എന്ന് പറയുന്നത് അത്ര അധികം ഉയർന്ന ലെവലൊന്നും ആയിരിക്കില്ല. പിന്നെ ചാൻസസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ, നമ്മൾ മാനുഫാക്ചറേഴ്സ് മറ്റേ കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക, അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു കൺട്രോളിംഗ് ഓഫ് പ്രൈസ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് നമ്മുടെ ഗവൺമെൻറ് എടുക്കുന്നത്. അതിനുവേണ്ടി പല പല നിയമങ്ങൾ കൊണ്ടുവരാറുണ്ട്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഇത്തരത്തിലുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കോമ്പറ്റീഷൻ ആക്ട് ആണ്, പിന്നെ ഒന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ലീഗൽ മെട്രോളജി ആക്ട്, അതുപോലെ തന്നെ IDRA എന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് നിയമങ്ങൾ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാറുണ്ട്. ഓരോ സെക്ഷനെയും നിയന്ത്രിക്കാൻ അതിൻ്റേതായ നിയമങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ നിയമത്തിൻ്റെ വകുപ്പുകളിലൂടെയാണ് ഒരു രാജ്യത്തെ ഉപഭോക്താക്കളെ മറ്റുള്ളവരിൽ നിന്ന്, ചൂഷണത്തിൽ നിന്ന്, അതായത് മറ്റുള്ളവർ ഇവരെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് രക്ഷിക്കാനും സാമ്പത്തിക കുത്തകകൾ രൂപീകരിക്കപ്പെടാതിരിക്കാനും വേണ്ടി ഗവൺമെൻറ് അഡോപ്റ്റ് ചെയ്യുന്നത്. പല പല നിയമങ്ങളുടെ വകുപ്പുകളിലൂടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. അതിൽ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഇപ്പോൾ റെഗുലേഷൻ ഓഫ് പ്രൈസസ് എന്നാണ് നമ്മൾ ഹെഡിങ്ങിൽ പറയുന്നത്. അപ്പോൾ പ്രൈസിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാണ് കോമ്പറ്റീഷൻ ആക്ട് 2002. കോമ്പറ്റീഷൻ ആക്ട് 2002 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ എല്ലായ്പ്പോഴും ആരോഗ്യകരമായ മത്സരം വേണം. അങ്ങനെ കൃത്യമായി മത്സരിക്കാൻ ആളുകളുണ്ടെങ്കിലേ ക്വാളിറ്റി പ്രോഡക്ട്സ് കൺസ്യൂമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഒരു മാർക്കറ്റിൽ ആരോഗ്യകരമായ മത്സരം ഉണ്ടാകുന്നതിനെ തടയുന്ന ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കാം. പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവും. അത്തരം ആക്ടിവിറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ടു പ്രൊമോട്ട് ഹെൽത്തി കോമ്പറ്റീഷൻ ഇൻ മാർക്കറ്റ് and avoid the activities which prevent such competition, such as restrictive trade practices, resale price mixing, etc. അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. സമൂഹത്തിന് എതിരായ രീതിയിൽ കമ്പോളത്തിൽ നടപ്പിലാക്കപ്പെടുന്ന UTPs, RTPs എന്നൊക്കെ പറയുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ്, റീസെയിൽ പ്രൈസ് ഫിക്സിംഗ് മെക്കാനിസം, അതുപോലെ തന്നെ പ്രിഡേറ്ററി പ്രൈസിങ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, അങ്ങനെ കുറേ ഇടപാടുകൾ നമ്മളുടെ മാനുഫാക്ചറേഴ്സോ ഡീലേഴ്സോ നടത്താൻ സാധ്യതയുണ്ട്. ഈ ആക്ടിവിറ്റീസിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഇതെല്ലാം നമ്മളുടെ കമ്പോളത്തിൽ മത്സരം ഉണ്ടാകുന്നതിനെ തടയുന്ന ആക്ടിവിറ്റീസാണ്. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 നിലവിൽ വന്നത്. അപ്പോൾ ആ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, പ്രൊമോട്ട് കോമ്പറ്റീഷൻ, നമ്മുടെ നല്ല കൃത്യമായ രീതിയിലുള്ള ആരോഗ്യകരമായ മത്സരം കമ്പോളങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഈ ആക്ടിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് ഈ ആക്ട് നമ്മൾ എനാക്ട് ചെയ്തത്, നിയമം പാസ്സാക്കിയെടുത്തത് ഒരു കമ്മീഷൻ രൂപീകരിക്കാൻ വേണ്ടിയാണ്.
ഈ കമ്മീഷൻ എന്തിനാണ്? നമ്മളുടെ കമ്പോളത്തിലെ മത്സരത്തെ ഹാനികരമായി ബാധിക്കുന്ന പ്രവർത്തനങ്ങളെ കണ്ടുപിടിക്കാനും നിയന്ത്രിക്കാനും അതിനെതിരായ ആക്ടിവിറ്റീസ് എടുക്കുക. അതായത് ആരെങ്കിലും അങ്ങനെയുള്ള ഹാനികരമായ കച്ചവട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ കമ്മീഷൻ ആ ഗുഡ്സ് പോയി സീസ് ചെയ്യാം, അത് നശിപ്പിച്ച് കളയാം, ഉപേക്ഷിച്ച് കളയാം, അങ്ങനെ കുറേ അധികാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കമ്പോളത്തിൽ നമ്മുടെ സാധാരണ കൺസ്യൂമേഴ്സിന് അനുകൂലമായി കൃത്യമായിട്ടുള്ള കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് വരുന്നത്. അതായത് കുറേ പ്രൈസിങ് മെത്തേഡുകളിലൂടെ, നല്ല രീതിയിലുള്ള പ്രൈസിങ് അല്ല കേട്ടോ, അവരുടെ ആനുകൂല്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ നല്ലതിന് വേണ്ടി നമ്മളുടെ ഹോൾസെയിലേഴ്സോ റീറ്റെയിലേഴ്സോ മാനുഫാക്ചറേഴ്സോ ഒക്കെ പരസ്പരം സഹകരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഇടയുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. അത് കോമ്പറ്റീഷനെ എഗെയിൻസ്റ്റായി ബാധിക്കുന്നതായിരിക്കും. അത്തരം പ്രവർത്തനങ്ങളെ തടയുക. അതിൽ പ്രധാനമായി വരുന്ന ചില പ്രവർത്തനങ്ങളാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, കളക്റ്റീവ് പ്രൈസ് ഫിക്സിംഗ്, പ്രിഡേറ്ററി പ്രൈസിംഗ്, ബാർഗെയിൻ ആൻഡ് ഡിസെപ്റ്റീവ് പ്രൈസിംഗ്, ചാർജിങ് ഓഫ് അൺറീസണബിളി ഹൈ പ്രൈസസ്. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസിനെ എല്ലാം പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഇത്തരം ആക്ടിവിറ്റീസിനെ തടയാൻ വേണ്ടി ഈ ആക്ടിന് കീഴിൽ ഒരു കമ്മീഷനെ രൂപീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ആക്ടിവിറ്റിയാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ അറേഞ്ച്മെൻറ്റ് ബിറ്റ്വീൻ പ്രൊഡ്യൂസർ ഓർ മാനുഫാക്ചറർ വിത്ത് അതർ ഡീലേഴ്സ്. ഈ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് ആര് രൂപീകരിക്കുന്നതാണ്? മാനുഫാക്ചറേഴ്സും മറ്റുള്ള വ്യാപാരികളും തമ്മിൽ രൂപീകരിക്കുന്ന ഒരു പ്രൈസിങ് അറേഞ്ച്മെൻ്റാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ്. ആ പേര് പറയുന്നത് പോലെ തന്നെ അതിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് തീരുമാനിക്കുന്നത്? റീസെയിൽ പ്രൈസ്. ഈ പ്രോഡക്റ്റ് നമ്മൾക്കറിയാം, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് ഹോൾസെയിലറിലേക്ക് എത്തും, ഹോൾസെയിലറിൽ നിന്ന് റീറ്റെയിലറിലേക്ക് എത്തും, റീറ്റെയിലറിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് എത്തും. ഇതാണ് ഒരു ഓർഡിനറി ചാനൽ. ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു എലമെൻ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല, ചാനൽസിന് വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ സിസ്റ്റത്തിൽ പ്രൊഡ്യൂസർ ഹോൾസെയിലർക്ക് വിൽക്കുന്നു, ഇവിടെ നിന്ന് ഹോൾസെയിലർ റീറ്റെയിലർക്ക് വിൽക്കുന്നു, അപ്പോൾ അവിടെ ഒരു റീസെയിൽ പോയിന്റ് വന്നു. റീറ്റെയിലർ കൺസ്യൂമർക്ക് വിൽക്കുന്നു, വീണ്ടും ഒരു റീസെയിൽ പോയിന്റ് വന്നു. അപ്പോൾ അത്തരം റീസെയിൽ പോയിന്റുകളിൽ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇത്ര രൂപയായിരിക്കണം എന്ന് മാനുഫാക്ചറർ തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ മാനുഫാക്ചറർ ഇവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. എന്താ തീരുമാനിക്കുന്നത്? ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് മസ്റ്റ് നോട്ട് ഫാൾ ബിലോ ദിസ് മിനിമം പ്രൈസ് ഫിക്സ്ഡ് ബൈ ദം. അവരൊരു പ്രൈസ് തീരുമാനിക്കും, ഒരു മിനിമം പ്രൈസ്. ഇതിലും കുറച്ചുകൊണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കാൻ പാടില്ല എന്ന് മാനുഫാക്ചറർ തീരുമാനിക്കുന്നു. അദ്ദേഹം ഈ തീരുമാനം ഹോൾസെയിലറെയും റീറ്റെയിലറെയും അറിയിക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ കിട്ടാനുള്ള ഒരു ലാഭം, നമ്മൾ പറഞ്ഞു സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു എന്താണ്? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ്. കോസ്റ്റിൻ്റെ കൂടെ ലാഭം കൂടെ ആഡ് ചെയ്താണ് സെയിൽസ് പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കിട്ടാൻ അർഹമായിട്ടുള്ള, അവർ പ്രതീക്ഷിക്കുന്ന ലാഭം ഈ കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു മിനിമം പ്രൈസ് തീരുമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൈസിലും താഴ്ത്തി അവർ ആ പ്രോഡക്റ്റ് വിൽക്കില്ല. അപ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താ വരുന്നത്? കൺസ്യൂമേഴ്സ് ഹാസ് ടു പേ എ ഹയർ ചാർജ് ഓഫ് പ്രൈസ്. അവരെന്ത് ചെയ്യേണ്ടി വരുന്നു? ഇവർ എത്ര രൂപയ്ക്കാണോ തീരുമാനിക്കുന്നത് ആ വില കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കേണ്ട ഒരവസ്ഥയാണ് കൺസ്യൂമേഴ്സിന് വരുന്നത്. അപ്പോൾ സാധാരണയിലുള്ള ഒരു വില തീരുമാന സിസ്റ്റത്തിൽ ഉണ്ടാകുന്നത് പോലെയല്ല ഇവിടെ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നമ്മളുടെ മാനുഫാക്ചററും മറ്റ് ഡീലേഴ്സും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തീരുമാനിക്കുന്ന ഹൈ പ്രൈസിന് ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങി ഉപയോഗിക്കേണ്ട ഒരവസ്ഥ കൺസ്യൂമേഴ്സിന് ഉണ്ടാകുന്നു. അത് ഒരു നോർമൽ കോമ്പറ്റീഷൻ ലെവൽ മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിനെ തടയുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതല്ലാതെ നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് പ്രൈസ് കുറയ്ക്കുമ്പോൾ നമ്മളും കുറയ്ക്കുക, അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഈ പ്രൈസിനേക്കാൾ താഴെ വിൽക്കില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർഡിനറി കോമ്പറ്റീഷന് എഗെയിൻസ്റ്റ് ആണ് ഈ ആക്ടിവിറ്റി. അതുകൊണ്ട് തന്നെ ഈ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയെ നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ട് ഒപ്പോസ് ചെയ്യുന്നു.
ഇത് നടത്തുന്ന ഡീലേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കെതിരായ ആക്ഷൻസ് നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ടിന് കീഴിൽ ചാർജ് ചെയ്യും. അപ്പോൾ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസ് അവോയ്ഡ്സ് ഹെൽത്തി കോമ്പറ്റീഷൻ, അതാണ് കാരണം. ദെൻ രണ്ടാമതായി പറയുന്നത് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആണ്. കോമ്പറ്റീഷൻ ആക്ടിന് കീഴിൽ വരുന്ന ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവേചനമാണ്. സെയിം പ്രോഡക്റ്റ് ഈസ് ഓഫേർഡ് ടു ഡിഫറെൻറ്റ് പീപ്പിൾ അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. നമ്മൾ ഒരേ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരേ സർവീസാണ് വിൽക്കുന്നത്, പക്ഷേ പല ആളുകളിൽ നിന്ന് പല രീതിയിലുള്ള പ്രൈസ് വാങ്ങിക്കുന്നു. അതാണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ആളുകളാണ് പലതരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ വിലയിലുണ്ടാകുന്ന വ്യത്യാസത്തിന് കാരണം നമ്മളുടെ മാനുഫാക്ചറർ അല്ലെങ്കിൽ ഹോൾസെയിലർ നൽകുന്ന പലതരം ഡിസ്കൗണ്ടുകളാണ്. അപ്പോൾ നമ്മൾ പല ടൈപ്പ് ഡിസ്കൗണ്ട് ആൻഡ് അലവൻസ് പഠിച്ചു കഴിഞ്ഞതാണ്. ക്വാണ്ടിറ്റി കൂടുതൽ വാങ്ങിയാൽ നമ്മൾക്ക് കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഒരു കച്ചവടക്കാരൻ വാങ്ങുന്നത് പോലെ ഒരു ഓർഡിനറി കസ്റ്റമർക്ക് വാങ്ങാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ ഓർഡിനറി കസ്റ്റമർ അവിടെ വ്യത്യസ്തനായി ട്രീറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം കൂടുതൽ വാങ്ങുന്ന ആൾക്ക് നമ്മൾ കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നു. അപ്പോൾ സാധാരണക്കാരനായി ഇവർക്ക് അവനവൻ ആവശ്യമുള്ളതല്ലേ അവനവൻ വാങ്ങിക്കാം. അപ്പോൾ ഒരു ഓർഡിനറി കൺസ്യൂമർ അവിടെ ആ ഡിസ്കൗണ്ട് പരിഗണനയിൽ പെടുന്നില്ല. അപ്പോൾ നമ്മളൊരു ഓവറോൾ ഡിസ്കൗണ്ട് വലിയൊരു എമൗണ്ട് ഒരു കൺസ്യൂമർക്ക് കൊടുക്കുകയാണ്. അയാൾ സ്ഥിരമായി ലാർജ് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നല്ലൊരു ഡിസ്കൗണ്ട് അവർക്ക് നൽകുന്നു. അതിന് നമ്മൾ അഗ്രഗേറ്റ് റിബേറ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിബേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കസ്റ്റമേഴ്സ് അവിടെ ഒരു ബൈൻഡിങ്ങിലാവാണ്. അവരിങ്ങനെ ഒരു പ്രത്യേക ഒരു ഒബ്ലിഗേഷനാണ് നമ്മുടെ ട്രേഡറോട്. കാരണം ഇത്രയും ഡിസ്കൗണ്ട് നമ്മൾക്ക് തന്ന ആളുടെ അടുത്ത് നിന്ന് തന്നെ അടുത്ത പ്രാവശ്യവും വാങ്ങണ്ടേ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്താഗതി നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്നു. അപ്പോൾ ഇതും ഒരു ഓർഡിനറി മാർക്കറ്റ് സിറ്റുവേഷൻ അല്ല. കാരണം പല കസ്റ്റമേഴ്സിനെ പല രീതിയിൽ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹെൽത്തി കോമ്പറ്റീഷനുള്ള മാർക്കറ്റിലെ ട്രീറ്റ്മെൻ്റ് അല്ല. കാരണം ചില ആൾക്കാർക്ക് വില കുറച്ച് കൊടുക്കുക, ചില ആൾക്കാർക്ക് വില കൂട്ടി കൊടുക്കുക, പല സ്ഥലങ്ങളിൽ പല വിലയ്ക്ക് വിൽക്കുക, അതൊക്കെ ഒരു നോർമൽ പ്രാക്ടീസ് അല്ല. അപ്പോൾ അത്തരം പ്രൈസ് ഡിസ്ക്രിമിനേഷൻ, ന്യായമായ രീതിയിലല്ലാതെ നടക്കുന്ന പ്രൈസ് ഡിസ്ക്രിമിനേഷൻ തടയാൻ വേണ്ടിയും കോമ്പറ്റീഷൻ ആക്ട് പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ കസ്റ്റമേഴ്സ് നമ്മുടെ കോമ്പറ്റേറ്റേഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന പ്രൈസ് ഡിസ്കൗണ്ട് ആവില്ല ഇപ്പുറത്തെ കടയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഒരേപോലെ അല്ലാത്ത ഡിസ്കൗണ്ട് പോളിസി ഫോളോ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ ഇവരുടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കാരണം നമ്മളുടെ കോമ്പറ്റേറ്റേഴ്സിന് അവിടെ കൃത്യമായ രീതിയിൽ സെയിൽസ് ഒന്നും നടത്താൻ പറ്റാതെ വരാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാർക്കറ്റിലെ ഹെൽത്തി കോമ്പറ്റീഷൻ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ടിന് കീഴിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കമ്മീഷൻ എൻക്വയറികൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ആ എൻക്വയറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള നടപടികളും സ്വീകരിക്കാറുണ്ട്. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ടിന് കീഴിൽ വരുന്ന കൺട്രോളിംഗ് ഓഫ് പ്രൈസസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഓഫ് പ്രൈസസിലെ ഫസ്റ്റ് 2 കേസാണ് റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസും പ്രൈസ് ഡിസ്ക്രിമിനേഷൻ. കോമ്പറ്റീഷൻ ആക്ടിൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ബാക്കിയുള്ള പ്രൈസിങ് ആക്ടിവിറ്റീസിൽ മൂന്നാമത്തേതാണ് കളക്റ്റീവ് പ്രൈസ് ഫിക്സിങ്. കളക്റ്റീവ് പ്രൈസ് ഫിക്സിങ് എന്ന് പറയുമ്പോൾ ഇവർ കൂട്ടിച്ചേർന്നുകൊണ്ട് പ്രൈസ് തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ റീസെയിൽ പ്രൈസ് മെയിൻ്റനൻസിൽ എന്താ പറയുന്നത്? പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ മിനിമം ഈ പ്രൈസിനേക്കാൾ താഴ്ത്തി വിൽക്കാൻ പാടില്ല എന്നാണ്. കളക്റ്റീവ് പ്രൈസ് ഫിക്സിങ്ങിൽ ചെയ്യുന്നത് നമ്മളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളത് പ്രൊഡ്യൂസറും റീറ്റെയിലറും ഏജൻറ്റും ഹോൾസെയിലറും ആരൊക്കെയാണ് അതിൽ ഇടപെടുന്ന ആളുകളെങ്കിൽ അവരെല്ലാം കൂടെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും. അവരൊരു സംഘം ചേർന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുന്ന സമയത്ത് ആ പ്രൈസിനൊരു വ്യത്യാസവും വരുത്തില്ല. അവർ ആ ഒരു പ്രൈസിലാണ് വിൽക്കുക. അപ്പോൾ അവർക്ക് കിട്ടേണ്ട റിട്ടേൺ അവർ ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ അവർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടാവും. അപ്പോൾ ആ കളക്റ്റീവ് പ്രൈസ് ഫിക്സിങ്ങിൽ വരുന്ന 2 ഭാഗങ്ങളാണ് കൊലൂസീവ് ടെൻഡറിങ്ങും കൊലൂസീവ് ബിഡിങ്ങും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഫിക്സിങ് എ കോമൺ പ്രൈസ് ആൻഡ് അതർ ടേംസ് ഓഫ് സെയിൽസ്. നമ്മൾ ആ പ്രോഡക്റ്റ് എങ്ങനെ വിൽക്കണം, അതിൻ്റെ ടേംസ് എന്തൊക്കെയാവണം, അതേപോലെ ആ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ പ്രൈസ് എത്രയാവണം എന്ന് മുൻകൂട്ടി ഇവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് ടെൻഡറിങ്ങിലൂടെയും ബിഡിങ്ങിലൂടെയാണ് ഇവർ നടത്തുന്നത്.
ടെൻഡർ വിളിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എന്തിനാ ടെൻഡറൊക്കെ വിളിക്കുന്നത്? കോമ്പറ്റേറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ആരാണോ ഏറ്റവും നമ്മൾക്ക് അനുകൂലമായി ടെൻഡർ വിളിക്കുന്നത് അവരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം നമ്മളത് വേറൊരാൾക്ക് ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇത്ര രൂപയ്ക്ക് ടെൻഡർ വിളിച്ചോ, നിനക്ക് ഞങ്ങൾ ഈ എഗ്രിമെൻ്റ് തരാം, ഞങ്ങൾ ഈ സെയിൽസ് തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ ഗൂഢാലോചന നടത്തിയിട്ടാണ്. കൊലൂസീവ് എന്നുള്ള വാക്ക് അതിൽ വരുന്നുണ്ട്. അവർ പരസ്പരം ഗൂഢാലോചന നടത്തിക്കൊണ്ട് ടെൻഡറിങ് ആക്ടിവിറ്റീസ് നടത്തുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ലേലം വിളിയൊക്കെ നടക്കുന്ന സമയത്ത് വില പേശി വിളിക്കും നമ്മൾ. ഇപ്പോൾ ഓരോ ആളുകളും ഓരോ പ്രൈസിനിങ്ങനെ ബിഡ് ചെയ്യാന്നാണ് പറയുക, വില പേശി ബാർഗെയിൻ ചെയ്ത് വിളിക്കുന്ന പോലെ നമ്മൾ ബിഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ബിഡിങ് പ്രൈസ് എത്രയാണെന്ന് ആദ്യം തന്നെ ഇവർ രണ്ടു കൂട്ടരും തമ്മിൽ പറഞ്ഞ് ഉറപ്പിക്കുന്നു. ഇത്ര രൂപയ്ക്ക് വന്നാൽ ലേലം ഉറപ്പിക്കാം എന്നുള്ള രീതിയിൽ അവർ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലേലം വിളികളും ബാക്കി കാര്യങ്ങളാണ് നടത്തുക. അപ്പോൾ അവർ തമ്മിൽ തന്നെ, ഈ ലേലം വിളിക്കുന്നവർ തമ്മിൽ തന്നെ ഇതിൻ്റെ വിൽക്കുന്ന ആളും എല്ലാവരും കൂടെ ചേർന്നൊരു എഗ്രിമെൻ്റ് എത്തിയിട്ട് അവർ വെറുതെ ചടങ്ങിന് ഈ ടെൻഡറിങ്ങും ബിഡിങ്ങും ഒക്കെ നടത്താം. അപ്പോൾ അത്തരം രീതിയിലുള്ള ആക്ടിവിറ്റീസ് വന്നു കഴിഞ്ഞാൽ ആ മാർക്കറ്റിലെ കോമ്പറ്റീഷൻ ഇല്ലാതെയാവും. മറ്റുള്ളവർക്ക് അവിടെ അവസരം കൊടുക്കുന്നില്ല. കോമ്പറ്റേറ്റേഴ്സിനെ ആ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്യാൻ തന്നെ നമ്മൾ സമ്മതിക്കുന്നില്ല. അങ്ങനെയുള്ള ഗൂഢാലോചനയുടെ ഫലമായി പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയും നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട്, അതിനു വേണ്ട നടപടികൾ എടുക്കാറുണ്ട്. പിന്നെ വരുന്നത് പ്രിഡേറ്ററി പ്രൈസിങ് മീൻസ് പ്രൈസിങ് എ പ്രോഡക്റ്റ് അറ്റ് എ റേറ്റ് വിച്ച് ഈസ് ലെസ് ദാൻ ദ കോസ്റ്റ്. ദാറ്റ് മീൻസ് സ്ലാഷ്ഡ് ഡൗൺ പ്രൈസിങ് ആണ്. പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വൺ വേർഡ് മാച്ച് ചെയ്യാനൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ സിമ്പിൾ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്ലാഷ്ഡ് ഡൗൺ പ്രൈസ്. നോർമലി നമ്മൾ ഫിക്സ് ചെയ്യേണ്ട പ്രൈസിനേക്കാൾ വളരെ താഴ്ന്ന റേറ്റിൽ പ്രൈസ് ചെയ്യാം. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഉണ്ടായിരിക്കും, നമ്മൾക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ചിലവ്, ആ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നവരെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താണ് സാധാരണ പ്രൈസ് തീരുമാനിക്കുന്നത്. പക്ഷേ പ്രിഡേറ്ററി പ്രൈസിങ് ആണെങ്കിൽ നമ്മൾ ആ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ ഒരു റേറ്റിലാണ് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക. അങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾക്ക് നഷ്ടമായിരിക്കും, കാരണം കോസ്റ്റ് പോലും നമ്മൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഇത്രയും താഴ്ന്ന റേറ്റിൽ നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്ന സമയത്ത് മറ്റ് കോമ്പറ്റേറ്റേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമുക്ക് തടയാൻ കഴിയും. കാരണം ആരും നഷ്ടം സഹിച്ചുകൊണ്ട് പ്രോഡക്റ്റ് വിൽക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഈ സ്ഥാപനം, നമ്മളുടെ സ്ഥാപനം ഈ പ്രിഡേറ്ററി പ്രൈസിങ് നടത്താനുള്ള കാരണം ആദ്യത്തെ ലക്ഷ്യം ടു എലിമിനേറ്റ് കോമ്പറ്റീഷൻ ഓർ to drive out the other weak competitors from the market. നമ്മളോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, കോസ്റ്റിനേക്കാൾ താഴ്ത്തി പ്രോഡക്റ്റ് വിൽക്കാൻ കഴിവില്ലാത്ത കോമ്പറ്റേറ്റേഴ്സിനെ മാർക്കറ്റിൽ നിന്ന് ഓടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. അങ്ങനെ അവർ മാർക്കറ്റിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ പിന്നെ നമ്മൾ മാത്രമാവും അവിടെ, ഈ കോസ്റ്റിനേക്കാൾ താഴ്ത്തി പ്രോഡക്റ്റ് വിൽക്കുന്ന നമ്മൾ മാത്രമാവും മാർക്കറ്റിൽ. അപ്പോൾ ഒരു മൊണോപ്പൊളി അവിടെ രൂപീകരിക്കപ്പെടുന്നു. അങ്ങനെ മൊണോപ്പൊളി രൂപീകരിക്കപ്പെട്ടാൽ നമ്മൾക്ക് പ്രൊഡക്റ്റിൻ്റെ പ്രൈസൊക്കെ മെല്ലെ കൂട്ടാം. അതേപോലെ ലാർജ് വോള്യൂം ഓഫ് സെയിൽസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഈ കോസ്റ്റൊക്കെ കവർ ചെയ്ത് പോകാൻ കഴിയും, കാരണം ഫിക്സഡ് കോസ്റ്റൊക്കെ ഈസി ആയിട്ട് കവർ ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെ മൊണോപ്പൊളി ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം. അതിനുവേണ്ടി ബിഗിനിങ് സ്റ്റേജിൽ കോസ്റ്റിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നു. ആ പ്രൊഡക്റ്റ് അങ്ങനെ താഴ്ന്ന വിലയ്ക്ക് വിൽക്കുന്ന സമയത്ത് മറ്റ് കോമ്പറ്റേറ്റേഴ്സ് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത് നമ്മൾക്ക് തടയാൻ കഴിയും. കാരണം ആരും നഷ്ടം സഹിച്ചുകൊണ്ട് വിൽപ്പന നടത്താൻ തയ്യാറാവില്ല. അപ്പോൾ ഇതും യഥാർത്ഥ കോമ്പറ്റീഷൻ മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ചില മാനുഫാക്ചറേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നിക്കാണ്. കാരണം അവർക്ക് കൃത്യമായി അവരുടേതായ കപ്പാസിറ്റി ഉണ്ടായിരിക്കും, അവർക്ക് ആ നഷ്ടത്തിലും പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. അങ്ങനെയുള്ളവർ നടത്തുന്ന ഒരു ശ്രമമാണ് പ്രിഡേറ്ററി പ്രൈസിങ്. അപ്പോൾ അതും നോർമൽ കോമ്പറ്റീഷനെ തടയുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നു? കോമ്പറ്റീഷൻ ആക്ടിൻ്റെ കീഴിലുള്ള കമ്മീഷൻ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. പിന്നെ വരുന്നതാണ്
ബാർഗെയിൻ ആൻഡ് ഡിസിപ്റ്റീവ് പ്രൈസിങ്. ബാർഗെയിൻ ആൻഡ് ഡിസിപ്റ്റീവ് പ്രൈസിങ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഓഫറുകൾ കൊടുക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു ടി വി ആണ്, ആ ടി വി എത്രയോ, ഇപ്പോൾ 45 ഇഞ്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് പറഞ്ഞ് ആ ടി വി ഇത്ര രൂപയ്ക്ക് ചുരുങ്ങിയ റേറ്റിൽ, സാധാരണ അതിനുണ്ടാകുന്ന പ്രൈസിനേക്കാൾ വളരെ കുറഞ്ഞ പ്രൈസിന് നമ്മൾ വിൽക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പരസ്യമൊക്കെ വെക്കും, അവർക്ക് ഓഫറുകളൊക്കെ കൊടുക്കും. എന്നിട്ട് കസ്റ്റമേഴ്സ് നമ്മുടെ കടയ്ക്കുള്ളിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ പല പല ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരോട് ആ പ്രൊഡക്റ്റ് വാങ്ങാതെ, നമ്മൾ ഓഫറിലിട്ട പ്രൊഡക്റ്റ് ഇല്ലേ അത് വാങ്ങിക്കാതെ പകരം നമ്മളുടെ കടയിലുള്ള മറ്റ് പ്രൊഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടി വി ഓഫറിൽ വെച്ചു, 15,000 രൂപയാണെന്ന് പറഞ്ഞ് ഓഫറിന് വെച്ചു. എന്നിട്ട് കസ്റ്റമേഴ്സ് ആ പരസ്യമൊക്കെ കണ്ട് നമ്മുടെ കടയിലേക്ക് വന്ന് അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ പറയുകയാണ് അതിൻ്റെ പിക്ചർ ക്വാളിറ്റി ഇത്ര കുറവാണ്, അതിന് ഗ്യാരണ്ടി ഇല്ല കേട്ടോ, ഓഫറിൽ വാങ്ങുകയാണെങ്കിൽ ഗ്യാരണ്ടി ഇല്ല, അതേസമയം ഇതിനേക്കാൾ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് ഇത് എന്ന് പറഞ്ഞ് നമ്മൾ വേറൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കുന്നു. നമ്മുടെ കടയിലുള്ള മറ്റൊരു സ്റ്റോക്കായിട്ടുള്ള പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിന് ഇത്ര നന്മയുണ്ട്, അത് ഉപയോഗിച്ചാൽ ഇത്ര ഗുണങ്ങളുണ്ട്, അങ്ങനെ പറഞ്ഞ് ആ പ്രോഡക്റ്റിൻ്റെ സവിശേഷതകൾ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അവരെ നമ്മൾ ഒരു തരത്തിൽ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്രോഡക്റ്റ് കാണിച്ച് അട്രാക്റ്റ് ചെയ്ത് വരുത്തി നമ്മുടെ കടയിലുള്ള വേറൊരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് നമ്മൾ നടത്തുന്നു. ആ രീതിയിൽ നടത്തുന്ന പ്രൈസിങ് മെത്തേഡുകളാണ് ബാർഗെയിൻ ആൻഡ് ഡിസിപ്റ്റീവ് പ്രൈസിങ്. അപ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വളരെ കുറഞ്ഞ റേറ്റിൽ ഫിക്സ് ചെയ്ത് കസ്റ്റമേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. പക്ഷേ ആ പ്രോഡക്റ്റ് ആവില്ല നമ്മൾ വിൽക്കുന്നത്. അവരെത്തുന്ന സമയത്ത് ആ പ്രോഡക്റ്റിൻ്റെ പോരായ്മകളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി നമ്മുടെ കടയിലുള്ള വേറെ അതിനേക്കാൾ ചിലപ്പോൾ കുറച്ച് വില കൂടിയതാവും. എന്നിട്ട് എന്താ അവരോട് പറയുക, ഒരു 2,000 രൂപ അധികം കൂട്ടിയാൽ നിങ്ങൾക്ക് നല്ല പ്രോഡക്റ്റ് വാങ്ങാം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെങ്ങനെ സൈക്കോളജിക്കലി വാഷ് ചെയ്തെടുത്ത് വേറെ പ്രോഡക്ട്സിൻ്റെ സെയിൽസൊക്കെ നടത്തുന്നു. ഹൈ പ്രൈസ്ഡ് പ്രോഡക്റ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിറ്റ് പോകുന്നത്. അത്തരം രീതിയിൽ പ്രൈസിങ്ങിൽ നടത്തുന്ന അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ബാർഗെയിൻ ആൻഡ് ഡിസിപ്റ്റീവ് പ്രൈസിങ്. ദെൻ ലാസ്റ്റിൽ വരുന്നത് ചാർജിങ് ഓഫ് അൺറീസണബിളി ഹൈ പ്രൈസസ് ആണ്. അപ്പോൾ ന്യായീകരിക്കപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ ഉയർന്ന വിലയ്ക്ക് നമ്മൾ പ്രോഡക്റ്റ് വിൽക്കുന്നു. സാധാരണ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമ്മൾ സാധാരണ കൺസ്യൂമേഴ്സ് എന്താ ചെയ്യുക, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങാൻ ചെല്ലുമ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇയാളുടെ എത്രയാണ്, തൊട്ടപ്പുറത്തെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ എത്രയാണ്, അങ്ങനെയൊക്കെ താരതമ്യം ചെയ്തിട്ടൊക്കെയാണ് കൺസ്യൂമേഴ്സ് വാങ്ങുക. പക്ഷേ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് നല്ല ഹോൾഡ് ഉള്ള ആളുകളായിരിക്കും. അവർക്ക് പ്രൊഡക്ഷൻ ലെവലിനെയും അതുപോലെ തന്നെ റിസോഴ്സ് അവൈലബിലിറ്റി എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരൊരു പ്രൈസാണ് ഫിക്സ് ചെയ്യും ആ പ്രോഡക്റ്റിന്, ഉയർന്ന പ്രൈസ്. ആ പ്രൈസിന് അവർ മാർക്കറ്റിൽ പ്രോഡക്റ്റ് വിൽക്കുകയും ചെയ്യും. മറ്റ് കോമ്പറ്റേറ്റേഴ്സിന് അപ്രോച്ചബിൾ ആയിരിക്കില്ല. ആ പ്രോഡക്റ്റ് അത്രയും പ്രൈസിന് പോലും പ്രൊഡ്യൂസ് ചെയ്ത് വിൽക്കാൻ മറ്റു കോമ്പറ്റേറ്റേഴ്സിന് കഴിയുന്നുണ്ടാവില്ല. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് കോമ്പറ്റീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അവനവൻ്റെ സ്ട്രെങ്ത് ഒക്കെ ഉപയോഗിച്ച് ഉയർന്ന വിലയ്ക്ക് പ്രോഡക്റ്റ് വിൽക്കുന്ന രീതിയാണ് ചാർജിങ് അൺറീസണബിൾ ഹൈ പ്രൈസസ്. അപ്പോൾ അത് നോർമലി എല്ലാ പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ടൊന്നും കഴിയുന്ന കാര്യമല്ല. കാരണം അത്രയും നല്ല കൺട്രോളിങ് പവറുള്ള ആളുകൾക്ക് അവർക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഇറ്റ് ഈസ് ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ പ്രൊഡക്ഷൻ, സപ്ലൈ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. കാരണം ദെയർ ഡൊമിനൻസി ഇൻ ദ മാർക്കറ്റ്, അവർക്ക് ആ മാർക്കറ്റിൽ അത്രയും ആധിപത്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൈസിങ് പ്രാക്ടീസസ് എല്ലാം ഇതെല്ലാം അൺഫെയർ പ്രാക്ടീസസ് ആണ് വിച്ച് പ്രിവെൻറ്റ് കോമ്പറ്റീഷൻ. ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി ഇതിനെക്കുറിച്ചെല്ലാം പ്രോപ്പർ ചെക്കിങ് നടത്താൻ വേണ്ടി നമ്മളൊരു കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട്. കോമ്പറ്റീഷൻ ആക്ടിൻ്റെ കീഴിൽ ഒരു കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട്. അവർക്ക് ഏകദേശം നമ്മുടെ സിവിൽ കോർട്ടിൻ്റെ അത്രയും പവറുകളുണ്ട്. അവർക്ക് വേണ്ട, അതായത് സീസ് ആൻഡ് ഡെസിസ്റ്റ് എന്ന് പറയുന്ന ഓർഡറൊക്കെ കൊടുക്കാം. അതായത് നല്ല രീതിയിലല്ലാതെ സെയിൽസ് നടത്തുന്ന പ്രോഡക്റ്റുകൾ കണ്ടുകെട്ടാനും അവ ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ നശിപ്പിക്കാനും ഒക്കെയുള്ള പവർ ഈ കമ്മീഷനുണ്ട്. അപ്പോൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണ് അവരുടെ പ്രൊവിഷൻസ്, അവർക്ക് എത്രമാത്രം അധികാരമുണ്ട് എന്നുള്ള ആ പവേഴ്സ് ഒക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അപ്പോൾ നമ്മളുടെ കോമ്പറ്റീഷൻ കമ്മീഷനാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രൈസിങ് ആക്ടിവിറ്റീസിനെയും. ഈ പ്രൈസിങ് ആക്ടിവിറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ആൾ പ്രിവെൻറ്റ്സ്
ഹെൽത്തി കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് കോമ്പറ്റീഷൻ ആക്ടിന് കീഴിൽ നമ്മൾ ഈ കമ്മീഷൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. റെഗുലേഷൻ അണ്ടർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആക്റ്റാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അതാത് സമയങ്ങളിൽ മാറുന്ന മാർക്കറ്റ് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അതിൽ അമെൻമെൻറ്റ്സ് വരുത്താറുണ്ട്. അപ്പോൾ പ്രൈസിങ് റിലേറ്റഡ് ആയിട്ട് വരുന്ന 2 റെഗുലേഷൻ എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് കീഴിൽ വരുന്ന 2 റെഗുലേഷൻസ്, ഒന്ന് എക്സസീവ് പ്രൈസിങ്ങിനെതിരെയും പിന്നെ ഒന്ന് ബാർഗെയിൻ ആൻഡ് ഡിസിപ്റ്റീവ് പ്രൈസിങ്ങിനെതിരെയുമാണ്. നമ്മുടെ കൺസ്യൂമേഴ്സിനെ അവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അവരുടെ പരാതികൾ പരിഹരിക്കാനുമായി ഒരു 3 ലെവൽ സിസ്റ്റമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് കീഴിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഡിസ്ട്രിക്റ്റ് ലെവലിൽ ഒരു കൺസ്യൂമർ ഫോറം ഉണ്ടായിരിക്കും, സ്റ്റേറ്റ് ലെവലിൽ ഒരു കൺസ്യൂമർ കമ്മീഷൻ ഉണ്ടായിരിക്കും, നാഷണൽ ലെവലിൽ ഒരു കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ കമ്മീഷൻ ആയിട്ടുള്ള ഒരു കമ്മീഷനും ഉണ്ടാവും. ന്യൂഡൽഹി ബേസ് ചെയ്തുകൊണ്ടാണ് നാഷണൽ ലെവൽ കമ്മീഷൻ ആസ്ഥാനമാക്കിയിട്ടുള്ളത്. ഇനി ഇതിനൊക്കെയും പുറമെ പരാതി വരികയാണെങ്കിൽ ലാസ്റ്റിൽ സുപ്രീം കോർട്ടിലാണ് ഏറ്റവും അവസാനം കൺസ്യൂമേഴ്സിന് അപ്പീൽ പോകാൻ കഴിയുന്നത്. അപ്പോൾ ഈ ത്രിതല സംവിധാനത്തിലൂടെ ഉപഭോക്താക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്താനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ 2 രീതിയിലുള്ള പ്രൈസിങ്ങിനെതിരെയാണ് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. കാരണം കൺസ്യൂമേഴ്സ് ചതിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രൈസിങ്ങുകളാണിത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്നത് എക്സസീവ് പ്രൈസിംഗ് ആണ്. എക്സസീവ് പ്രൈസിംഗ് എന്ന് പറയുമ്പോൾ ദ മാനുഫാക്ചറർ ഓർ ദ ഡീലർ, ആരാണോ വിൽക്കുന്നത് ആ ട്രേഡർ എന്ത് ചെയ്യുന്നു, ഫിക്സ് എ പ്രൈസ് ഹയർ ദാൻ ദ നോർമൽ പ്രൈസ്, സാധാരണ ചാർജ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി ഉയർന്ന ഒരു വിലയ്ക്ക് പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അത് 3 കേസുകളിലാണ് വരുന്നത്. ഒന്ന്, എക്സസ് ദാൻ പ്രൈസ് ഫിക്സ്ഡ് ബൈ ലോ. ചില പ്രോഡക്റ്റുകളുടെ വില നിയമം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. മാക്സിമം ഇത്ര രൂപ വരെ വിൽക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് നിയമം തീരുമാനിച്ചിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടായിരിക്കും. അതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് നമ്മളുടെ ട്രേഡേഴ്സ് വിൽക്കുമ്പോൾ അതിനെ തടയും. അതാണ് ഒരു എക്സസീവ് പ്രൈസിങ്. പിന്നൊന്ന്, ദ പ്രൈസ് ചാർജ് എക്സസ് ദാൻ ദ പ്രൈസ് ഡിസ്പ്ലേഡ് ഓൺ ഗുഡ്സ്. ആ ഗുഡ് സിമ്പിൾ എഴുതിയിട്ടുണ്ടാവും പ്രൈസ്. ആ പ്രൈസിനേക്കാൾ കൂടുതൽ വിലയ്ക്ക്, വളരെയധികം കൂടുതലായിട്ട് നമ്മുടെ ട്രേഡേഴ്സ് പ്രൈസ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അതിനെയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ വകുപ്പിന് കീഴിൽ എതിർക്കുന്നതാണ്. ദെൻ ദ പ്രൈസ് ചാർജ് ഓർ ഡിസ്പ്ലേഡ് ഓൺ പാക്കേജ് ഓർ കണ്ടെയ്നർ. നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ കണ്ടെയ്നറുമ്പിൽ അല്ലെങ്കിൽ പാക്കേജുമ്പിൽ എഴുതിയിട്ടുള്ള പ്രൈസിനേക്കാൾ വളരെ ഉയർന്ന വിലയ്ക്കാണ് ട്രേഡേഴ്സ് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചാർജ് ചെയ്യുന്നത് എങ്കിൽ ആ ആക്ഷനെതിരെയും നമ്മളുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് കീഴിൽ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു കൺസ്യൂമർ ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ പെട്ടു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൈസ് അയാളിൽ നിന്ന് ഈടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഉപഭോക്തൃ സംരക്ഷണ സമിതികളിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ നടപടികൾ എടുക്കാനുള്ള അവകാശം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകൾക്കുണ്ട്. അപ്പോൾ എക്സസ് പ്രൈസ് എന്ന് പറയുമ്പോൾ സാധാരണ ഈടാക്കുന്നതിനേക്കാൾ ഉയർന്ന വില കൺസ്യൂമേഴ്സിൽ നിന്ന് ട്രേഡേഴ്സ് ഈടാക്കുന്നു, അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സ് ചാർജ് ചെയ്യുന്നു. ദെൻ അടുത്തത് പറയുന്നത് ബാർഗെയിൻ ആൻഡ് ഡിസെപ്റ്റീവ് പ്രൈസിംഗ് ആണ്. അപ്പോൾ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ കീഴിൽ നമ്മൾ ഇത് പറഞ്ഞതാണ്, ബാർഗെയിൻ ആൻഡ് ഡിസെപ്റ്റീവ് പ്രൈസിങ്. അതായത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നല്ല ഓഫറുകളൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മുടെ കസ്റ്റമേഴ്സ് വരുമ്പോൾ അവരോട് ഇങ്ങനെ പറഞ്ഞ് വേറൊരു പ്രൊഡക്റ്റിൻ്റെ സെയിൽസൊക്കെ നടത്തുന്ന രീതിയാണ് ബാർഗെയിൻ ആൻഡ് ഡിസെപ്റ്റീവ് പ്രൈസിങ്ങിൽ വരുന്നത്. അപ്പോൾ അതിനെ കോമ്പറ്റീഷൻ ആക്ട് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ പ്രൊവിഷൻസിന് കീഴിൽ പ്രിവിലേജ് കിട്ടുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ പബ്ലിക് അണ്ടർടേക്കിങ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അങ്ങനെയുള്ള ചില സംഘടനകളൊന്നും നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ വകുപ്പിന് കീഴിൽ വരുന്നതല്ല.
അപ്പോൾ ഇത്തരം സംഘടനകളെ ആരാണോ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ വകുപ്പിന് കീഴിൽ വരാത്ത പ്രിവിലേജ്ഡ് ഓർഗനൈസേഷൻസ്, അത്തരം സംഘടനകളിൽ ഈ ബാർഗെയിൻ ആൻഡ് ഡിസെപ്റ്റീവ് പ്രൈസിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ തടയാനും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് കീഴിലുള്ള കമ്മീഷൻസിന് അധികാരമുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണോ നമ്മളുടെ കൺസ്യൂമേഴ്സിനെ അവർ ചതിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഗവൺമെൻറ് മാനേജ്ഡ് പ്രൈവറ്റ് അണ്ടർടേക്കിങ്സ്, പബ്ലിക് അണ്ടർടേക്കിങ്സ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഇവരെ ഒന്നും നമ്മൾക്ക് കോമ്പറ്റീഷൻ ആക്ടിൻ്റെ കീഴിൽ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം പ്രിവിലേജ്ഡ് ഓർഗനൈസേഷൻസിൽ നമ്മൾ ബാർഗെയിൻ ആൻഡ് ഡിസെപ്റ്റീവ് പ്രൈസിങ് നടക്കുന്നുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞാൽ അതിനെതിരെ നടപടികൾ എടുക്കാനുള്ള അധികാരം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകൾക്കുണ്ട്. അപ്പോൾ നോർമലി നമ്മളുടെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ നമ്മൾ പറഞ്ഞു ജില്ലാ തലത്തിലുണ്ട്, സംസ്ഥാന തലത്തിലുണ്ട്, അതുപോലെ തന്നെ ദേശീയ തലത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊരു കൺസ്യൂമർക്കും ഏതെങ്കിലും ഒരു സാധനമോ സേവനമോ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ വില കൊടുക്കുന്ന സമയത്ത് ഇവരെ ഏതെങ്കിലും രീതിയിൽ ആ മാനുഫാക്ചററോ ട്രേഡറോ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്ന് തോന്നുകയാണെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാം? ഉപഭോക്തൃ സംരക്ഷണ കോടതികളിൽ അല്ലെങ്കിൽ ആ കൗൺസിലുകളിൽ പരാതി കൊടുക്കാം. ഈ ഓരോ കൗൺസിലുകൾക്കും അതാത് അധികാര പരിധികൾ നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റും ആക്റ്റും ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പരാതിക്കാരൻ്റെ പരാതി കേൾക്കാനും ആർക്കെതിരെയാണോ പരാതി കിട്ടിയിട്ടുള്ളത് അവരെ വിചാരണയ്ക്ക് വിളിക്കാനും അവരെ എൻക്വയറി നടത്താനും അതിനു മുകളിൽ അവാർഡുകൾ ഇഷ്യൂ ചെയ്യാനുമുള്ള അവകാശം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലുകൾക്ക് ഉണ്ട്. ഏത് ഒരാൾക്കും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിൽ നിന്ന് കിട്ടുന്ന വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ള അവകാശവും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ, കൺസ്യൂമർ ഡിസ്പ്യൂട്ടുകൾ വരികയാണെങ്കിൽ ഈ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റീഡ്രസൽ ഫോമുകളിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. അത്തരം ഫോറത്തിൽ അതിന് കൃത്യമായ അധികാരമുള്ള, അതായത് അവരുടെ ക്വാളിഫിക്കേഷൻസൊക്കെ നമ്മൾ കൃത്യമായ ആക്റ്റിൽ പറയുന്നുണ്ട്. സ്റ്റേറ്റ് ലെവലിലൊക്കെ ഹൈക്കോർട്ട് ജഡ്ജിമാരൊക്കെയാണ് മെമ്പർമാരായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവരാണ് ഈ പരാതികൾക്ക് മുകളിൽ തീരുമാനമെടുക്കുന്നത്. അപ്പോൾ പ്രൈസിങ്, നമ്മുടെ മാനുഫാക്ചറേഴ്സ് പ്രോഡക്റ്റിന് പ്രൈസ് തീരുമാനിക്കുമ്പോൾ ആ പ്രൈസിങ് എന്ന് പറയുന്ന കാര്യം മേൽനോട്ടം വഹിക്കാനുള്ള അധികാരം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനും റെഗുലേഷൻസ് ഓഫ് പ്രൈസിങ് അണ്ടർ അതർ ആക്ട്. ഇപ്പോൾ കോമ്പറ്റീഷൻ ആക്ട് നമ്മൾ പറഞ്ഞു, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നു. ഇനി ഇതിനു പുറമെ വേറെയും ചില നിയമങ്ങൾ കൂടി നമ്മളുടെ പ്രൈസിങ്ങിനെ നിയന്ത്രിക്കുന്നുണ്ട്. അതിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് റൂളാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. നോർമലി പ്രോഫിറ്റ് ഇയറിങ്ങിന് വേണ്ടി ചില ട്രേഡേഴ്സ് മാർക്കറ്റിൽ നടത്തുന്ന ചില ട്രിക്കുകളാണ് ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഹോർഡിംഗ്, ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങൾക്ക് കൃത്രിമമായി ദൗർലഭ്യം ഉണ്ടാക്കുക, ആ വസ്തുക്കൾ പൂഴ്ത്തി വെക്കുക, അതിന് ഉയർന്ന പ്രൈസ് ചാർജ് ചെയ്തുകൊണ്ട് കൊള്ളലാഭം ഉണ്ടാക്കുക, അങ്ങനെയുള്ള പല തരത്തിലുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ട്രേഡേഴ്സ് നടത്താറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ അത്യാവശ്യമായി ഉപയോഗിക്കേണ്ട കുറേ വസ്തുക്കൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള എസെൻഷ്യൽ കമ്മോഡിറ്റീസിനെ ഇത്തരം മാർക്കറ്റ് ട്രിക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ അവയുടെ ഉപയോഗവും അതിൻ്റെ പ്രൈസിങ്ങും എല്ലാം നിയമപ്രകാരമാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് 1955. അപ്പോൾ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രിവെന്റ് ഹോർഡിംഗ് ആൻഡ് ബ്ലാക്ക് മാർക്കറ്റിംഗ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് കുറേ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ വില നിശ്ചയിക്കലും അതുപോലെ തന്നെ അതിൻ്റെ ഡീലിങ്സിൻ്റെ ഒക്കെ നിയന്ത്രണം ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. ഇപ്പോൾ ഇതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, കുറേ എസെൻഷ്യൽ ഗുഡ്സ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെയാണ് അതിൽ വരുന്നത്? ഷുഗർ, കെറോസിൻ, ടീ പൗഡർ, സോപ്പുകൾ, സിമന്റ്, പേപ്പർ, എഡിബിൾ ഓയിൽ, വനസ്പതി, പെട്രോള്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഈ എസെൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ പ്രൈസിങ്ങിൽ ഗവൺമെന്റ് രണ്ട് രീതിയിലാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഒന്ന്, ഫിക്സിംഗ് ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. ഇതിന്റെ വില എത്രയാണ് എന്ന് തീരുമാനിക്കുന്നു, ഗവൺമെന്റ് തന്നെ തീരുമാനിക്കുന്നു. പിന്നെ ഒന്ന്, ഫുഡ് സ്റ്റഫ് പ്രൈസിങ്. ഫുഡ് സ്റ്റഫുകളുടെയും അതുപോലെ തന്നെ എഡിബിൾ ഓയിലിന്റെയും പ്രൈസിങ്ങിന്റെ കാര്യത്തിലും
ഈ ആക്ട് നമ്മുടെ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ടിന്റെ കീഴിൽ നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കമോഡിറ്റീസ് ആക്ടിൽ നമ്മൾ സെക്ഷൻ 3 സബ്സെക്ഷൻ 3 പറയുന്നുണ്ട് ഓരോ പ്രോഡക്റ്റും, അതായത് ഗവൺമെന്റ് അക്വയർ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കാം. അവർ വാങ്ങിക്കുന്ന അല്ലെങ്കിൽ അവർ അക്വയർ ചെയ്യുന്ന പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള അധികാരം, അതിന്റെ ഡിസ്ക്രിഷണറി പവർ എന്ന് പറയുന്നത് ഗവൺമെന്റിന് തന്നെയാണ് എന്ന് പറയുന്ന വകുപ്പാണ് സെക്ഷൻ 3 സബ്സെക്ഷൻ 3. അപ്പൊ ആ സെക്ഷൻ പ്രകാരം ഈ പ്രോഡക്ട്സിന്, അവർ അക്വയർ ചെയ്യുന്ന പ്രോഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ള ഡിസ്ക്രിഷണറി പവർ ഗവൺമെന്റിന് തന്നെയാണ്. അപ്പൊ അവരുടെ ആ വിവേചന അധികാരത്തിന് കീഴിൽ അവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഒന്ന് എഗ്രീഡ് പ്രൈസ്, പിന്നെ ഒന്ന് കൺട്രോൾഡ് പ്രൈസ്, പിന്നെ ഒന്ന് മാർക്കറ്റ് പ്രൈസ്. എഗ്രീഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെന്റ് അക്വയർ ചെയ്യുന്ന പ്രോഡക്റ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ് നമ്മളുടെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് വാങ്ങിക്കുന്നത്. അപ്പൊ എത്ര രൂപയ്ക്കാണ് ആ പ്രോഡക്റ്റിന്റെ സെയിൽസ് നടത്തേണ്ടത് എന്നുള്ളത് എഗ്രീഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളുടെ ഈ സപ്ലയറും ഗവൺമെന്റും തമ്മിൽ ഈ കൺട്രോൾഡ് പ്രൈസിന്, അതായത് എത്ര രൂപ എന്നുള്ളത് അവരൊരു പരസ്പരം തീരുമാനത്തിലെത്തുന്നു. അതിനനുസരിച്ച് എഗ്രീഡ് പ്രൈസ് പ്രകാരം എസെൻഷ്യൽ കമോഡിറ്റീസിന് പ്രൈസ് ഈടാക്കുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കൺട്രോൾഡ് പ്രൈസ് ആണ്. അപ്പൊ ഇൻ ദ ആബ്സെൻസ് ഓഫ് എഗ്രീഡ് പ്രൈസ് സെല്ലർ എക്സസൈസ് കൺട്രോൾഡ് പ്രൈസ്, അതായത് എഗ്രീഡ് പ്രൈസ് ഇല്ല, ഗവൺമെന്റും നമ്മളുടെ ട്രേഡേഴ്സും തമ്മിൽ അങ്ങനെ ഒരു എഗ്രിമെന്റിൽ ഒന്നും എത്തിയിട്ടില്ലെങ്കിൽ ഇവരൊരു നിയന്ത്രിത വില ആ പ്രൊഡക്ട്സിനെ അവർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കൺട്രോൾഡ് പ്രൈസിൽ പ്രൊഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് എഗ്രീഡ് പ്രൈസും കൺട്രോൾഡ് പ്രൈസും ഇല്ലാത്ത കേസുകളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? The price calculated at the prevailing market price is to be paid. അതായത് prevailing market rate എത്രയാണോ അത് തന്നെ ഈ പ്രൊഡക്റ്റിനും എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിക്കുന്നു. അപ്പൊ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ടിന് കീഴിൽ വരുന്ന വസ്തുക്കളാണെങ്കിൽ അതിന്റെ പ്രൈസിങ് നമ്മൾ ആ ആക്ടിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ആദ്യത്തെ കാറ്റഗറി, ആദ്യത്തെ എക്സൈസിങ് ഏരിയയാണ് പറഞ്ഞത് ഫിക്സിംഗ് ദ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ കമോഡിറ്റീസ്. അത് ഈ 3 രീതിയിലാണ് ഫിക്സ് ചെയ്യപ്പെടുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് ഫുഡ് സ്റ്റഫുകളുടെ കേസിലാണ്. അപ്പൊ ഏതെങ്കിലും ഫുഡ് സ്റ്റഫുകൾ നമ്മളുടെ മാർക്കറ്റില് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഒക്കെ ഉണ്ടായിരിക്കും, ഉണ്ടാക്കുകയാണ് ട്രേഡേഴ്സ് കൃത്രിമമായി ആ പ്രൊഡക്റ്റിന് ദൗർലഭ്യമുണ്ട് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കുന്നു. അവരുടെ കയ്യിലുണ്ടെങ്കിൽ അവരത് മാർക്കറ്റിൽ ഓഫർ ചെയ്യാതെ അതിന് ഡിമാൻഡ് കൂട്ടി പ്രൈസ് കൂട്ടിയിട്ടൊക്കെ വിൽക്കാൻ വേണ്ടി പലതരത്തിലുള്ള പ്രാക്ടീസുകൾ നടത്താറുണ്ട്. അപ്പൊ എഡിബിൾ ഓയിലിന്റെ കേസിലും ഫുഡ് സ്റ്റഫിന്റെ കേസിലും ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ മാക്സിമം ഇത്ര രൂപ വരെ ചാർജ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാറുണ്ട്. അപ്പൊ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ടിന് കീഴിൽ നമ്മൾ ഫുഡ് സ്റ്റഫുകളെയും ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യും. പല ട്രേഡേഴ്സും അതിൽ പല രീതിയിലുള്ള കള്ളത്തരങ്ങൾ നടത്താൻ ശ്രമിക്കുമെങ്കിലും ഫുഡ് സ്റ്റഫുകളുടെയും എഡിബിൾ ഓയിൽസിന്റെയും പ്രൈസിങ് ഈ സെക്ഷൻ 3 സബ്സെക്ഷൻ 3 പ്രകാരം അതിന്റെ കീഴിൽ വരുത്തിക്കൊണ്ടാണ് ഗവൺമെന്റ് അതിന്റെ പ്രൈസിങ് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, നമ്മളുടെ ഈ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട് ഉണ്ടല്ലോ, ഇതിന്റെ പ്രൊവിഷൻസിനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ് പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈസ് ഓഫ് എസെൻഷ്യൽസ് കമോഡിറ്റീസ് ആക്ട് 1980. 1980 കരിഞ്ചന്ത, ബ്ലാക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കരിഞ്ചന്ത പൂഴ്ത്തിവയ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെ തടയാനും ഹെഡിങ് തന്നെ അതാണ്, പ്രിവെൻഷൻ ഓഫ് ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സപ്ലൈസ് ഓഫ് എസെൻഷ്യൽസ് കമോഡിറ്റീസ് ആക്ട് 1980. അതിന്റെ പ്രൊവിഷൻസ് കുറച്ചുകൂടെ ഒരു സ്ട്രിഞ്ചന്റ് ആണ്, കുറച്ചുകൂടെ ഒന്ന് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയില്ലേ, അതേപോലെ കുറച്ചുകൂടെ നല്ല പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ബ്ലാക്ക് മാർക്കറ്റിങ്ങിനെയും അതുപോലെ തന്നെ സാധനങ്ങളുടെ കൃത്യമായിട്ടുള്ള ലഭ്യത ഉറപ്പുവരുത്താനും വേണ്ടിയാണ് ഈ ആക്ടും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ടിന് കീഴിലും പ്രൈസ് ഫിക്സിങ്ങിനെ നിയന്ത്രിക്കുന്നുണ്ട്. അപ്പൊ അതർ ആക്ട്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ടാണ് എസെൻഷ്യൽ കമോഡിറ്റീസ് ആക്ട്. പ്രൈസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പ്രൊവിഷൻസ് ഉള്ള മറ്റ് നിയമങ്ങളാണ് പറയുന്നത്.
the Drugs Price Control Order 2013, the Industries Development and Regulation Act 1951, the Legal Metrology Packaged Commodities Rules 2011. അപ്പോൾ നമ്മളുടെ നാട്ടിൽ അത്യാവശ്യമായി നമ്മുടെ കൺസ്യൂമേഴ്സ് പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനങ്ങളും സേവനങ്ങളും അതിൻ്റെ വില തീരുമാനിക്കുക അല്ലെങ്കിൽ വില നിയന്ത്രിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ തന്നെ ലക്ഷ്യമാണ്. അപ്പോൾ നമ്മുടെ ഒരു സോഷ്യോ ഇക്കണോമിക് ഒബ്ജക്റ്റീവായിട്ടാണ് ഗവൺമെന്റ് അങ്ങനെ അത്രയും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് പ്രൈസിംഗിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന മറ്റൊരു നിയമമാണ് ഡ്രഗ്സ് കൺട്രോൾ. ഡ്രഗ്സിന്റെ പ്രൈസ് കൺട്രോൾ. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്യാവശ്യമായിട്ട് ആളുകൾ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. അപ്പൊ അതില് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്, മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ വകുപ്പുകളാണ് അവര് ഒരു അനൗൺസ്മെന്റ് നടത്തി 2013. എസെൻഷ്യൽ കമ്മോഡിറ്റീസിന്റെ പ്രൈസിംഗ്, ഈ പ്രോഡക്റ്റ് പ്രൈസ് ഫിക്സിംഗിൽ ഇന്റർവെൻ ചെയ്യുന്ന മറ്റു ചില ആക്ടുകളാണ് The Drugs Price Control Order 2013, the Industries Development and Regulations Act 1951, the Legal Metrology Packaged Commodities Rules 2011. നമ്മൾ സാധാരണയായി കൺസ്യൂമേഴ്സ് ഉപയോഗിക്കുന്ന അവർക്ക് അത്രയും അത്യാവശ്യമുള്ള പ്രോഡക്ട്സിന്റെ പ്രൈസിംഗിലാണ് ഗവൺമെന്റ് ഇങ്ങനെ പ്രൊവിഷൻസ് കൊണ്ടുവരുന്നതും റെഗുലേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുന്ന ഒരു ആക്ട് ആണ് ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ ഓർഡർ. നമ്മളുടെ നാട്ടിൽ വിതരണം ചെയ്യപ്പെടുന്ന മരുന്നുകളുടെ വില നിലവാരം, അതിന്റെ ആ വില നിയന്ത്രിക്കുക. അതിന് ഗവൺമെന്റ് ചില ഡ്രഗ്സിന്റെ തന്നെ ലിസ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ പറയുന്നുണ്ട് നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസ് ആർ മോണിറ്റേർഡ് ആൻഡ് റെഗുലേറ്റഡ്. അപ്പോൾ DPCOന്റെ പ്രൊവിഷൻസിൽ നമ്മൾ നിയന്ത്രിക്കുന്നത് ഏത് ഡ്രഗ്സിന്റെ ആണ്? നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെഡിസിൻസിന്റെ എല്ലാം പ്രൈസിങ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, അവരുടെ കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ്, ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് മരുന്നുകളുടെ, ഇപ്പോൾ അത്രയും അത്യാവശ്യമായിട്ടുള്ള മരുന്നുകളായിരിക്കും നമ്മുടെ പേഷ്യൻസിന് അവരുടെ ജീവൻ നിലനിർത്താനൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്നുകളാണെങ്കിൽ ആ മരുന്നുകളുടെ വില അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ കുത്തക മരുന്ന് കമ്പനികൾ ഈടാക്കരുത് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രൈസ് കൺട്രോൾ, ഡ്രഗ്സിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാനൊരു ഓർഡർ കൊണ്ടുവന്നത്. പിന്നെ രണ്ടാമതായി പറയുന്നത് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ആണ്, IDRA എന്ന് പറയാറുണ്ട്. അത്രയും എസെൻഷ്യൽ ആയ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ പ്രൈസിംഗ് ഒക്കെയാണ് ഇതിൽ കൺട്രോൾ ചെയ്യുന്നത്. 2 പോയിന്റ് ആയിട്ട് പറയുന്നുണ്ട്. കൺട്രോളിംഗ് ദ പ്രൈസ് അറ്റ് വിച്ച് എനി സച്ച് ആർട്ടിക്കിൾ ഓർ ക്ലാസ് ഓഫ് ആർട്ടിക്കിൾസ് മേ ബി ബ്രോട്ട് ഓർ സോൾഡ്. ഇത് ഇത്തരം പ്രോഡക്റ്റുകൾ വിൽക്കുന്ന സമയത്തൊക്കെ, അത് കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമ്മൾ അതിന് വില തീരുമാനിക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കുക. പിന്നെ റെഗുലേറ്റിംഗ് എനി പേഴ്സൺ മാനുഫാക്ചറിങ്, ഈ ക്ലാസ് ഓഫ് ആർട്ടിക്കിൾസിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആള്, അയാൾ ചിലപ്പോൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ പ്രോഡക്റ്റുകൾ വിൽക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. അതില് വേർ ദ പ്രൈസ് ക്യാൻ കൺസിസ്റ്റന്റ്ലി വിത്ത് ദ കൺട്രോൾ പ്രൈസ്, നമ്മൾ അതിനൊരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു കൺട്രോൾഡ് പ്രൈസുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് അതേപോലെ തന്നെയല്ലേ ഫോളോ ചെയ്യുന്നത്, പ്രൈസിംഗ് പോളിസീസ് ഫോളോ ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. എങ്ങനെയുള്ള ആർട്ടിക്കിൾസ് ആണ് ഇതിൽ വരുന്നത്? ആദ്യം പറയുന്നുണ്ട് ഷെഡ്യൂൾ 1 ഓഫ് IDRA. IDRAയില് 1ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. കൺസ്യൂമർ ഇൻഡസ്ട്രീസിൽ വരുന്ന കൺസ്യൂമർ ഗുഡ്സ് ഏതൊക്കെയാണ്? കോട്ടൺ ആൻഡ് വുളൻ ടെക്സ്റ്റൈൽസ്, ഷുഗർ ആൻഡ് സോൾട്ട്, pharmaceuticals and drugs, capital goods and producer goods like iron and steel. അപ്പോൾ ഇത്തരം പ്രോഡക്ട്സിന്റെ ഒക്കെ പ്രൈസിംഗ് റിലേറ്റഡ് ആയ കാര്യങ്ങളിൽ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്യുന്നു. അപ്പൊ ഇതില് ഏതൊക്കെ വകുപ്പുകളിലാണ് അത് വരുന്നത്, അതിനനുസരിച്ച് ആ പ്രോഡക്റ്റിന്റെ പ്രൈസ് കൃത്യമായി, പ്രൈസ് മാത്രമല്ല അതിന്റെ സപ്ലൈ ഉറപ്പുവരുത്തുക, അതിന്റെ പർച്ചേസിങ്ങും സെയിൽസും ഒക്കെ ആ നിയമപ്രകാരമല്ലേ നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. പിന്നെ ലാസ്റ്റിൽ പറയുന്നത് ലീഗൽ മെട്രോളജിയാണ്. അതായത് പാക്കേജ്ഡ് കമ്മോഡിറ്റീസ്, നമ്മൾ കൃത്യമായ കണ്ടെയ്നറുകളിലും പാക്കറ്റ്സിലും ഒക്കെ ആക്കി വിൽക്കുന്ന പ്രോഡക്ട്സിന്റെ
ഡീറ്റെയിൽസ്, കൺസ്യൂമേഴ്സിന് എന്തൊക്കെ വിവരങ്ങളാണ് ആ പാക്കേജിൽ നിന്ന് കിട്ടേണ്ടത്, ആ പ്രോഡക്റ്റിന്റെ പാക്കേജിൽ അതിന്റെ പ്രൈസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് വേണം. അതെല്ലാം ഉറപ്പുവരുത്തുക. അതുപോലെ ഈ പ്രൈസിങ് ഒരിക്കലും കൺസ്യൂമേഴ്സിന് ഒരു ബർഡൻ ആകുന്ന രീതിയിലാവരുത്, അവരെ ചൂഷണം ചെയ്യുന്ന രീതിയിലും ആവരുത്. അപ്പൊ ആ പാക്കറ്റ്സിന്റെ മുകളിൽ ഉണ്ടാകേണ്ട വിവരങ്ങൾ എന്ന് പറയുന്നത് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ മാനുഫാക്ചറർ, common or generic commodity contained in the package, net quantity, month and year of manufacture, selling price, dimensions of the commodity. അത് റെലവൻ്റ് ആണെങ്കിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമ്മുടെ പാക്കറ്റിന്റെ മുകളിൽ കൃത്യമായ അളവും തൂക്കവും ഒക്കെ ഉറപ്പുവരുത്താനാണ് ലീഗൽ മെട്രോളജി ആ വകുപ്പ് തന്നെ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ ഒരു പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ് ഇത്ര ഗ്രാമിൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗ്രാം അതിൽ കണ്ടന്റ് വേണം, അത് ഉറപ്പുവരുത്തണം. കാരണം കൺസ്യൂമേഴ്സിനെ അളവിലോ തൂക്കത്തിലോ പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല. അപ്പോൾ MRP നമ്മുടെ പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരിക്കും, മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഓഫ് ആൾ പാക്കേജ് കമോഡിറ്റീസ്. അത് എത്രയാണ് എന്നുള്ളത് അത് ഒബ്ലിഗേറ്ററി ആണ്. നമ്മുടെ മാനുഫാക്ചറർ ആ പ്രൈസ് പാക്കറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പാക്കേജ് പ്രോഡക്ട്സിന്റെ പാക്കറ്റ്സിൽ എന്തെല്ലാം ഇൻഫർമേഷൻസ് ആണ് വേണ്ടത് എന്ന് ഉറപ്പ് വരുത്തുകയും അതെല്ലാം ഇല്ലേ എന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മളുടെ ലീഗൽ മെട്രോളജി പാക്കേജ് കമോഡിറ്റീസ് റൂൾസ്. അപ്പോൾ അതിൻ്റെ കീഴിൽ നമ്മൾ ഈ പ്രൈസ് അതിൽ എത്രയാണോ പ്രൈസ് MRP ആയി ഫിക്സ് ചെയ്തിട്ടുള്ളത് അതിൽ കൂടുതലൊന്നും ഒരിക്കലും ഒരു കാരണവശാലും ഒരു ട്രേഡറും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല. അപ്പോൾ ഈ തേർഡ് ബ്ലോക്കിൽ നമ്മൾ പഠിക്കുന്നത് പ്രോഡക്ട്സ് ആൻഡ് സർവീസസിന്റെ പ്രൈസിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ആ പ്രൈസിങ്ങിനെ ഏതൊക്കെ നിയമങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് 4ാമത്തെ യൂണിറ്റിൽ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. ആ ബ്ലോക്കിൽ ലാസ്റ്റ് ആണ്, അതായത് 10ാമത്തെ യൂണിറ്റ്.